ഗുഡ് മോർണിംഗ്. ഹലോ, ഓഡിബിൾ അല്ലേ? ഹലോ, ആദിൽ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആ സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തായാലും ഓർക്കുന്നുണ്ടോ? എന്തായാലും ബുക്കൊക്കെ ഒന്ന് എടുത്തേ, കയ്യിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് റീകമ്പിനേഷൻ ഓഫ് എക്സസ് കാരിയേഴ്സ് ആയിരുന്നു. We were looking into 4 different mechanisms in recombination process. And can anyone tell about that? Dominic? Yes, Dominic? Sir. Which are the 4 different recombination mechanisms? Direct band-to-band recombination, indirect recombination by deep energy levels in the band gap, and Auger energy. Auger recombination, then one more is there. ഒന്നുകൂടെ ഉണ്ടായിരുന്നു, ഏതായിരുന്നു? Trap aided auger recombination. അങ്ങനെ ഒരു recombination മെക്കാനിസങ്ങളുണ്ട്. നമ്മൾ 4 എണ്ണമായിരുന്നു എഴുതിയത്. One was direct band-to-band recombination, then indirect recombination via deep energy levels. Third one was auger recombination, and the fourth one was trap aided auger recombination. ഇങ്ങനെ 4 recombination processes ആണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 2 എണ്ണമാണ് നമ്മൾ നോക്കിയത്. സോ അനുശ്രീ, അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡ് എന്തായിരുന്നു അതിൽ നടക്കുന്ന പ്രോസസ്? ഇലക്ട്രോണെ എക്സൈറ്റഡ് റീകമ്പിനേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ മതി. ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഫോട്ടോ ജനറേഷനിൽ വന്നു കഴിഞ്ഞു ഓൾറെഡി. സോ വാട്ട് ഈസ് എ റീകമ്പിനേഷൻ പ്രോസസ്? നിങ്ങൾ ജസ്റ്റ് തിങ്ക് ഓഫ് വൺ തിങ്. നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ ഇലക്ട്രോൺ ഇപ്പോൾ എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് പിന്നെ ബാക്കി പറയേണ്ടത്. ആ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി ജനറേഷന്റെ കേസിൽ കഴിഞ്ഞു. എക്സസ് കാരിയർ ജനറേഷനിൽ അത് പറഞ്ഞു കഴിഞ്ഞു. In recombination, what happens is that what happens to the electron when it falls down to the valence band? അതിന്റെ എനർജി എങ്ങനെയാണത് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി എനർജി ഡിസിപ്പേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡിലും ഈ പറയുന്ന റീകമ്പിനേഷൻ മെക്കാനിസത്തിലൊക്കെ പറയുന്നത്. സോ അതിൽ ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡിൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. Electron released energy in the form of heat and return back to valence band. As a result, electron hole pair vanishes. നമുക്ക് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്നതായിരുന്നു ഫോട്ടോ എക്സൈറ്റേഷൻ അല്ലെ ഫോട്ടോ ജനറേഷൻ വഴി. അതായത് നമുക്ക് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ അവിടെ നടക്കുന്നത്. റീകമ്പിനേഷൻ പ്രോസസ്സിൽ ഈ ഇലക്ട്രോൺ ഹോൾ പെയർ നമുക്ക് ഇല്ലാതാവണം, അത് റീകമ്പൈൻ ചെയ്യണം. ആ റീകമ്പൈൻ ചെയ്യുന്നതിന് ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡ് റീകമ്പിനേഷൻ ആയിരുന്നു. അതിൽ നടക്കുന്നത് ദ ഇലക്ട്രോൺ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഡയറക്ട്ലി ഫോൾസ് ഇൻ ടു ദ ഹോൾ അറ്റ് ദ വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിലുള്ള ഹോളിലേക്ക് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺ ഡയറക്ട്ലി ഫോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡ് റീകമ്പിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ കേസിൽ ഇങ്ങനെ നമുക്കിപ്പം വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ ഇറ്റ് റിക്വയർസ് എനർജി. ദ സെയിം മാനർ വെൻ വൺ ഇലക്ട്രോൺ ഫ്രം ദ കണ്ടക്ഷൻ ബാൻഡ് മൂവ്സ് ടു ദ വാലൻസ് ബാൻഡ്, വാട്ട് ഹാപ്പൻസ്? ഇറ്റ് റിലീസസ് എനർജി. സോ എങ്ങനെയാണ് ആ എനർജി റിലീസ് ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇൻ ദിസ് കേസ്, ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡ് റീകമ്പിനേഷൻ, what happens is that this energy is released as either as photon or as heat. As a result of that, electron hole pair vanishes. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് മെറ്റീരിയൽസ് that supports this type of recombination? Roshni, which were the examples for direct band to band recombination? Roshni, കേൾക്കുന്നില്ലേ? sure, കേൾക്കുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡ് recombination സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്? Gallium arsenide. Yes. Indium phosphide. Yes. Okay. Then you have drawn the figure of that. Just look into that figure, and then we have seen the second recombination mechanism, which was indirect recombination via deep energy levels in the band gap. So adu parayunnathu munpu, what is the reason for this energy levels in the band gap? You should say that first. So that will be answered by Ashna. Ashna? Crystal defect. Yeah, crystal defect. പിന്നെ ഡോണർ ഇമ്പ്യൂരിറ്റി, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി അല്ലാണ്ടുള്ള മറ്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, ഇമ്പ്യൂരിറ്റി ആറ്റംസ്. ഈ രണ്ട് ഡിഫക്ട്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ രണ്ട് റീസൺസ് ആയിരുന്നു എന്തിന് കാരണം? ഡീപ്പ് എനർജി ലെവൽ ഉണ്ടാവാൻ.
ഡീപ്പ് എനർജി ലെവൽ. എവിടെയാണ് ഈ ഡീപ്പ് എനർജി ലെവൽ ഒക്കർ ചെയ്യുന്നത്? വാട്ട് ഇസ് ദ പൊസിഷൻ? കണ്ടക്ഷൻ ബാൻഡിന്റെയോ വാലൻസ് ബാൻഡിന്റെയോ ഇടയിൽ. ആ റീജിയൻ നമ്മൾ എന്താ പറയുന്നത്? സ്പെസിഫിക് പേരുണ്ടല്ലോ നമുക്ക് ആ റീജിയൻ. എന്താ നമ്മൾ ആ റീജിയൻ പറയുന്നത്? ബാൻഡ് ഗ്യാപ്പ്. ബാൻഡ് ഗ്യാപ്പ്. അപ്പൊ അങ്ങനെ തന്നെ പറയണം. ഡീപ്പ് എനർജി ലെവൽസ് നമ്മൾ ആ മെക്കാനിസത്തിന്റെ പേര് തന്നെ പറയുന്നുണ്ട്, ഡീപ്പ് എനർജി ലെവൽസ് ഇൻ ദ ബാൻഡ് ഗ്യാപ്പ്. അവിടെ യൂഷ്വലി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ്. അവിടെ യൂഷ്വലി എനർജി സ്പേസ് ഉണ്ടാവുന്നതല്ല. ബട്ട് ഡ്യൂ ടു ദിസ് സെഡ് എഫക്ട്സ്, ഇപ്പം പറഞ്ഞ എഫക്ട്സ് കാരണം, നമുക്ക് ഡിഫക്ട് കാരണം നമുക്ക് എനർജി ലെവൽസ് അവിടെ ഫോം ചെയ്യും. സോ ഇതില് ഈ കേസില് ഇനി അടുത്തവരാണ്. ഓക്കെ, അതിൽ കേൾക്കുന്നില്ലേ? ഓക്കെ, അതിൽ ഇതില് നമുക്ക് 4 ഫിഗേഴ്സ് നമ്മൾ വരച്ചിരുന്നു അല്ലെ? 4 ഫിഗേഴ്സ് നമ്മൾ വരച്ചിരുന്നു. ഏതാ ഈ കേസിൽ? ഇതിന്റെ ട്രാൻസിഷൻ അനുസരിച്ച് നമ്മൾ ഈ 4 ഫിഗേഴ്സിലും വി ഹാഡ് 3 levels. One was EC, that is conduction band minimum, then valence band maximum, EV mark ചെയ്തു. Then in between we have drawn ET also. ET represented as energy level for trap level എന്നാണ് അത് കൺസിഡർ ചെയ്യുന്നത്, ET. സോ ഈ 4 മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ 4 ഫിഗേഴ്സ് ഏതൊക്കെയായിരുന്നു? ഇലക്ട്രോൺ capture, electron emission, hole capture, hole emission. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്തത് എന്തായിരുന്നു സ്റ്റെപ്പ്? നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തപ്പോ എന്താ പറഞ്ഞത്? 2 രീതിയിൽ ഈ ട്രാപ്പ് ലെവൽ ആക്ട് ചെയ്യാം. either it can act as a trap, ഒരു ട്രാപ്പായിട്ട് ആക്ട് ചെയ്യും. ട്രാപ്പായിട്ട് ആക്ട് എന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് ആക്ട് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് ദ വാലൻസ് ബാൻഡ്. എന്ന് വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ ട്രാപ്പ് ലെവലിലേക്ക് ട്രാപ്ഡ് ആയി നിൽക്കുക, എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുക. ഇറ്റ് വോണ്ട് ഗോ ഇൻ ടു ദ വാലൻസ് ബാൻഡ്. അതാണ് ട്രാപ്പ്. അല്ലെങ്കിൽ റീകംബിനേഷൻ ആയിട്ട് ആക്ട് ചെയ്യാം. റീകംബിനേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകും? ഫസ്റ്റ് അത് എവിടെ നിന്ന് അങ്ങോട്ട് വരണം? ഇലക്ട്രോൺ ട്രാപ്പിലേക്ക് വരണം. അവിടുന്ന് വാലൻസ് ബാൻഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതാണ് ഏത് പ്രോസസ്? റീകംബിനേഷൻ പ്രോസസ്. So this trap level can either act as a trap or as a recombination center. If this level is acting as a recombination center, what should be the sequence of processes? In order to act as a recombination center, what is the sequence of process? ഏതൊക്കെ പ്രോസസ് സീക്വൻസ് ആണ് നടക്കേണ്ടത്? electron capture and hole capture. Yes, exactly. Electron capture and hole capture നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? Recombination, correct. Then in order to specify electron trap ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ what should be the sequence? Electron capture plus electron emission. Electron capture and followed ആണ് പറയേണ്ടത്, പ്ലസ് അല്ല. electron capture followed by electron emission. Yes, this will result in electron trap. If hole capture followed by hole emission, then the center will act as hole trap. ഇങ്ങനെ 4 ഫിഗേഴ്സ് വരച്ച് നമ്മൾ അതിൽ നിന്ന് 3 ഡിഫറെന്റ് പ്രോസസ്സസ് ആയിരുന്നു പറഞ്ഞത്. റീകംബിനേഷൻ സെന്റർ, ഇലക്ട്രോൺ ട്രാപ്പ്, ഹോൾ ട്രാപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വിൽ ബി സീയിങ് Auger recombination. So I will share the screen. I hope you can see. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. സോ ദിസ് ഈസ് ആക്ച്വലി Auger recombination its figure. Okay. So what happens in Auger recombination? This curve is actually indicating the conduction band and valence band. ഈ കർവ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡ് ആണ്, താഴെ വരച്ചിരിക്കുന്നത് വാലൻസ് ബാൻഡ് ആണ്. സോ നമ്മളെപ്പോഴും പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺ റീകംബൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ ഈ 4 സ്റ്റേജസിൽ പറയുന്നത്. ഈ 4 റീകംബിനേഷൻ മെക്കാനിക്സിൽ നമ്മൾ പറയുന്നത് തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് അത് നടക്കുന്നത് നോക്കാം. I hope you have seen the figure.
So in this process, they are classified actually into two different types. One is EEH, that is 2 electrons and 1 hole, EEH process, or it can be single electron and 2 holes, EHH process. So Auger recombination usually takes place in two different modes. Either it can be EEH, that is 2 electrons and H hole, 1 hole, or it can take place with EHH, that is 1 electron and 2 holes. ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഓഗർ റിക്കംബിനേഷനിൽ പറയേണ്ടത്. സോ ആദ്യം നമ്മളതിൽ EEH പ്രോസസ്, ദാറ്റ് ഈസ് 2 electrons and 1 hole പ്രോസസ് നോക്കാം. ഇൻ ദിസ് കേസ് നിങ്ങൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന 1ഉം 1' 2ഉം 2' കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ അതിൽ electron 1 in the conduction band. So this is electron 1 in the conduction band. I think you can see that electron 1 in the conduction band makes it transition towards 1'. Electron 1 ലേക്ക് മൂവ് ചെയ്യുന്നു. കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഇൻ ടേംസ് ഓഫ് എനർജി? എനിവൺ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്ക്രീൻ കാണുന്നില്ല. യു മേ ആൻസർ. എനിവൺ. കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡ്, നമ്മൾ നാച്ചുറൽ ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡ് കേസിൽ എന്താ സംഭവിക്കുന്നത്? കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇൻ ടേംസ് ഓഫ് എനർജി? എനർജിക്ക് എന്ത് സംഭവിക്കും? എനർജി റിലീസ് ചെയ്യണം അല്ലേ? ഈ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡിന്റെ കേസിലാണ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. എനർജി റിലീസ് ചെയ്യുമെന്ന് നമുക്ക് ജനറലി പറയാം. ഡയറക്റ്റ് ബാൻഡ് ടു ബാൻഡിന്റെ കേസിൽ എനർജി ഈസ് റിലീസ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ ഓർ ഹീറ്റ്. അത് ഓക്കെയാണ്. ബട്ട് എല്ലാ കേസിലും എനർജി വോണ്ട് ബി റിലീസ് ഇൻ ദാറ്റ് ഫോം. In certain other cases, energy will be utilized by some other materials. So in each case, EEH process in the case, point 1 il ninnu 1' like electron move in the samayathu energy will be released, and that energy will be utilized by electron at 2. Manasalayo? Electron at 1 makes it transition towards 1'. So in that case, energy will be released, and this energy will be utilized by electron 2. Electron 2 കൂടുതൽ എനർജി കിട്ടുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ മൂവ് അപ്വേർഡ്സ്. ശരിയല്ലേ? ഇലക്ട്രോൺ 1' മാറുമ്പോഴത്തേക്ക് എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജി ആരെടുക്കുന്നു? 2 എന്ന് പറയുന്ന ഇലക്ട്രോൺ എടുക്കുന്നു. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഇലക്ട്രോൺ വിൽ മൂവ് അപ്വേർഡ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ സിൻസ് ഇറ്റ് ഈസ് ഗെയിനിങ് എനർജി. എങ്ങോട്ട് മൂവ് ചെയ്യും? 2 to 2'. So that is what happens in the case of EEH process. Is that clear? പറഞ്ഞു മനസ്സിലായോ? അഞ്ജന, എന്താ ഇപ്പം പറഞ്ഞു? അഞ്ജന പറഞ്ഞു എന്താ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞു. കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലേക്ക് പോകുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അല്ല, ഈ ഫിഗർ വെച്ച് പറഞ്ഞു അഞ്ജന എന്താ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞത്. വണ്ണിലുള്ള ഇലക്ട്രോൺ 1' പോകുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യും. യെസ്, കറക്റ്റ്. അതുകൊണ്ട് ആ എനർജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്? എനർജി റിലീസ് ആവുന്നുണ്ട്. ആ എനർജി ഇവിടെ എങ്ങനെ നടക്കുക? എന്ത് മൂവ് ചെയ്യും? ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു എനർജി റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ എനർജി ദാറ്റ് വിൽ ബി യൂട്ടിലൈസ്ഡ് ബൈ സം അതർ ഇലക്ട്രോൺസ്. ഈ കേസിൽ അതാണ് നടക്കുന്നത്. ഈ കേസിൽ 1 നിന്ന് 1' ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ആവുന്നു. ആ എനർജി വിൽ ബി ഗെയിൻഡ് ബൈ ഇലക്ട്രോൺ 2 ആൻഡ് ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് 2'. ഇപ്പൊ 2' ആ ഇലക്ട്രോൺ മൂവ് ചെയ്താലും ഇറ്റ് വോണ്ട് സ്റ്റേ ദേർ ഫോർ ലോങ്. ഇറ്റ് വിൽ release its energy to the lattice. ആ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് അതിന്റെ എനർജി അത് റിലീസ് ചെയ്ത് ഇറ്റ് വിൽ കം ഡൗൺ ടു ദ കണ്ടക്ഷൻ ബാൻഡ് മിനിമം. കണ്ടക്ഷൻ ബാൻഡ് മിനിമം എന്ന് പറയുന്ന ആ കർവിന്റെ ഏറ്റവും താഴത്തെ പോയിന്റ് ആണ്. അവിടെ നിന്നാണ് എനർജി ഗെയിൻ ചെയ്തത് മുകളിലേക്ക് പോകുന്നത് ടുവേർഡ്സ് 2'. അപ്പോൾ 2' അത് കണ്ടിന്യൂസ്ലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. ഇറ്റ് വിൽ റിലീസ് ഇറ്റ്സ് എനർജി ടു ദ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് എനർജി റിലീസ് ചെയ്തിട്ട് ഇറ്റ് വിൽ കം ബാക്ക് ടു ദ കണ്ടക്ഷൻ ബാൻഡ് മിനിമം. സർ ക്ലിയർ? പ്ലീസ് ഡ്രോ ദിസ് ഫിഗർ ഓൾസോ. ഫിഗർ വരയ്ക്കണം. വരച്ചിട്ട് പ്ലീസ് റെസ്പോണ്ട് ഓവർ ദ മൈക്ക്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ ഫിഗർ.
completed. Hello. Complete ചെയ്തോ ഫിഗർ? പ്ലീസ് റെസ്പോണ്ട്. നിൽക്കണ്ടേ? sir. കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ഇതിൽ മാർക്ക് ചെയ്തോണം. ഞാനിവിടെ എ എന്ന് മാർക്ക് ചെയ്യുന്നത് EEH ആണ്. ഇറ്റ് ഇൻവോൾവ്സ് 2 electrons ആൻഡ് എ ഹോൾ. EEH പ്രോസസ്. ഓക്കെ. ആ 2' എന്നുള്ളത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അത് മൂവ്മെന്റ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നത് 1, 1' ആൻഡ് 2 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് EEH പ്രോസസ് എന്ന് പറയുന്നത്. 1, 1' ആൻഡ് 2 ആണ് ഈ കേസിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയിരിക്കുന്നത്. സോ വി കോൾ ദിസ് പ്രോസസ് EEH, ദാറ്റ് ഈസ് 2 electron ആൻഡ് എ ഹോൾ. EEH പ്രോസസ്സിന് ആ എ അവിടെ മാർക്ക് ചെയ്തോളാം നിങ്ങൾ. ഫിഗർ എ EEH പ്രോസസ്. ആൻഡ് ദെൻ വിൽ സീ ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ EHH പ്രോസസ്, ദാറ്റ് ഈസ് 1 electron ആൻഡ് 2 holes. ആ കേസിൽ എങ്ങനെയാണ് ഓർഡർ റീകോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇത് ആർക്കാ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. Again, I will call Adil. We'll start with you. Sir. ഈ കേസിൽ നീ ആ ഫിഗർ നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്? ഫിഗർ നമ്മൾ നേരത്തെ ആ ഫിഗർ പറഞ്ഞ പോലെ തന്നെയാണ്. ഡിഫറൻസ് ആ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിയേ. എപ്പോഴും പറയേണ്ടത് നമ്മൾ ട്രാൻസിഷൻ ആണ് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ബാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ആവുന്നു. ആ എനർജി എന്തിന് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം പറയുന്നത്. ഓക്കെ, ഈ കേസിൽ ആ ഫിഗർ വെച്ച് പറയാൻ പറ്റുമോ? 1 ഇലക്ട്രോണ് വാലൻസ് ബാൻഡിലേക്ക് പോകുമ്പോഴുള്ള എനർജി ലോസ് സ്റ്റെപ്പ് എന്തായിരിക്കും അത് പറ. 1 1' പോകല്ലേ? എനർജി ലോസ്റ്റ് ബൈ 1 ഇലക്ട്രോൺ 1 അല്ലേ? ആ എനർജി 1 1' എനർജി ലോസ് വരും. അതാ 2 ഇലക്ട്രോൺ എനർജി ലോസ് അല്ലടാ, എനർജി റിലീസ് ചെയ്യും. ആ എനർജി റിലീസ് ചെയ്ത് 2' യൂട്ടിലൈസ് ചെയ്യുന്നു. അത് പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 എങ്ങോട്ടാ മൂവ് ചെയ്യുന്നെങ്കിൽ ആ 1' പോയിന്റ് വെച്ച് പറയാം. കറക്റ്റ്. 1 1' പോകുന്ന ഇലക്ട്രോണിന്റെ എനർജി റിലീസ് 2' പോകുന്ന ഇലക്ട്രോൺ യൂട്ടിലൈസ് ചെയ്യും. എനർജി അല്ല, ഫ്രം 1 മൂവ് ടു 1'. അത് ശരിയാണ്. പിന്നെ എനർജി അതങ്ങനെ ഒരു 1 1' ഒന്ന് റിലീസ് ചെയ്യും. ബാക്കി ഇൻ അതർ വേർഡ്സ് ഈ ഫിഗർ വെച്ച് നിനക്ക് അങ്ങനെ ഈ 2 എനർജി കുറവാണോ? അത് വേറെ രീതിയിൽ കൂടെ നമുക്ക് പറയാൻ പറ്റും. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? It's actually the energy level of electrons. In this അതിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. അപ്പൊ
സാർ നെറ്റിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. സാർ പറയുന്നത് ക്ലിയർ ആണില്ല. അതാ സമയത്ത് എനർജി റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കേസിൽ ഏതാ ഫസ്റ്റ് കേസിൽ എപ്പോഴും ഇലക്ട്രോൺ മുകളിലേക്ക് മൂവ് ചെയ്യും. കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ട്. ഓക്കെ. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ. ഇതിൽ നടക്കുന്നത് ഇപ്പം നമ്മൾ ഓഗർ റിക്കമെൻഡേഷന്റെ ഫസ്റ്റ് ലെവൽ പറഞ്ഞു. സെക്കൻഡ് ലെവലിന്റെ കേസിൽ ഈ എച്ച് ആണ്. അതിൽ 1 to 1' ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ റിലീസ് എനർജി. ആ റിലീസ് ചെയ്യുന്ന എനർജി ഈ കേസിൽ 2' എന്ന് പറയുന്ന ഹോൾ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വരച്ചിരിക്കുന്ന എനർജി ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ഇലക്ട്രോൺസ്. അപ്പം ഹോളിന്റെ കേസിൽ, ഇലക്ട്രോൺസിന്റെ കേസിൽ അത് എനർജി ഗെയിൻ ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് മൂവ് ചെയ്യും. അതിന്റെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും എന്ത് മൂവ് ചെയ്യുക? ഹോൾ മൂവ് ചെയ്യുക. ഹോൾ താഴേക്ക് മൂവ് ചെയ്യുന്ന വെച്ചാൽ അർത്ഥം ഇലക്ട്രോൺ മുകളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. സോ ഈ കേസിൽ നമ്മൾ 1-ൽ നിന്ന് 1' ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി ദാറ്റ് വിൽ ബി ടേക്കൺ ബൈ 2', ദാറ്റ് ഈസ് സെക്കൻഡ് ഹോൾ, ആൻഡ് ദാറ്റ് ഹോൾ വിൽ മൂവ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അത്രേ ഉള്ളൂ കേസ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്തായിരുന്നു? ഇലക്ട്രോൺ കണക്ഷൻ ബാൻഡിൽ വാലൻസ് ബാൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അനദർ ഇലക്ട്രോൺ ഗെയിൻഡ് എനർജി ആൻഡ് ഇറ്റ് മൂവ്ഡ് അപ്വേർഡ്സ്. ബട്ട് ഈ കേസിൽ നടക്കുന്നത് ഹോൾ ആയതുകൊണ്ട് ഇലക്ട്രോണും ഹോളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ്മെന്റ് നടക്കുക. എനർജി ലെവലിന്റെ
case. So in this case, 2' will be releasing, gaining energy and it will move downwards. 2' താഴേക്ക് മൂവ് ചെയ്യുന്ന വെച്ചാൽ ഇൻ എഫക്ട് നടക്കുന്ന കാര്യം ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് വരിക എന്നുള്ളതാണ്. താഴെ നിന്ന് ഒരു ഇലക്ട്രോൺ 2' എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരിക എന്നുള്ളതാണ്. അതിൽ പറഞ്ഞത് കറക്റ്റ് ആണ്. 2-ൽ നിന്ന് 2'ലേക്കാണ് മൂവ്മെന്റ് നടക്കുന്നത്. ബട്ട് ഇവിടെ സംഭവിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് 2' എന്ന് പറയുന്ന ഹോൾ വിൽ ബി ഗെയിനിങ് ആൻ എനർജി. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് 2 വിൽ ബി മൂവിങ് ടു 2'. ഇസ് ദാറ്റ് ക്ലിയർ? ഇപ്പം പറഞ്ഞു ക്ലിയർ ആയോ അതിലെ? ക്ലിയർ ആയി. Okay. So these are the two different stages in Auger recombination. Please draw this figure also. This figure കൊണ്ടൊന്ന് വരയ്ക്കണേ. Complete ചെയ്ത് കഴിഞ്ഞിട്ട് please unmute your mic and tell. Screen present ചെയ്തിരിക്കുന്നത് and I can't see your chats. വരച്ചു കഴിഞ്ഞാൽ വേണം റെസ്പോണ്ട് ചെയ്യണേ. Completed. കഴിഞ്ഞോ? ഹലോ? ഓക്കെ ഫൈൻ. അത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. എനിക്ക് ചാറ്റ് ബോക്സ് കാണുന്നില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? പ്ലീസ് റെസ്പോണ്ട്. കഴിഞ്ഞു. ഓക്കെ ശരി. ആൻഡ് ദ ലാസ്റ്റ് recombination process is trap aided Auger recombination. Trap aided Auger recombination is the last recombination mechanism of excess carriers. So you can see the figures. Again, here also we are having two different stages. You can see the figures, I hope. Please draw these figures. ഈ രണ്ട് figures ഒന്ന് വരച്ച എല്ലാവരും. We will be having 4 different energy levels. EF is also marked. Then EV, and we have in between EC and EV a trap level is also there. Please draw these two figures. രണ്ട് ഫിഗർ വരയ്ക്കണേ. സോ അനുശ്രീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിച്ചേ, ഫിഗർ എ. സോ അതിലെന്തായിരിക്കും നടക്കുന്നത്? ആ ആരോസ് ഒക്കെ വെച്ചിട്ടൊന്ന് പറയാൻ നോക്കി. ഫസ്റ്റ് ഫിഗറിൽ ട്രാപ്പ് എനർജി ലെവലിൽ നിന്നാണ് ഇലക്ട്രോൺസ് എപ്പോഴും താഴേക്ക് പോകേണ്ടത്. നമ്മൾ ഈ കേസിൽ ട്രാപ്പ് എനർജി ലെവലാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ട്രാപ്പ് എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോൺ ബാലൻസ് ബാൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. എല്ലാം എനർജി റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ എന്തിനു യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം പറയുന്നത്. സോ ഈ കേസിൽ ആ ഫിഗർ വെച്ചിട്ട് എന്താ പറയാ? റിലീസ് ചെയ്യുന്ന എനർജി ഹോളിന് വേണ്ടി പറഞ്ഞോ. ഹോള് അല്ല, ഫസ്റ്റ് ഫിഗറിൽ ട്രാപ്പ് എനർജി ലെവലിൽ നിന്ന് EV എന്ന് പറയുന്ന ലെവലിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഈ കേസിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ആരാണ്? മുകളിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ECയിൽ ഒരു ഇലക്ട്രോൺ മാർക്ക് ചെയ്തിട്ടില്ലേ? ആ ഇലക്ട്രോൺ യൂട്ടിലൈസ് ചെയ്യും. സോ ആ ഇലക്ട്രോൺ അപ്പൊ എങ്ങോട്ട് മൂവ് ചെയ്യും? മുകളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ ഈ കേസിൽ. ഇതില് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹിയർ ആൻ ഇലക്ട്രോൺ ഫ്രം ദ ട്രാപ്പ് ലെവൽ moves towards the valence band, and a certain amount of energy is released, which is gained by the electron in the conduction band, and that particular electron will make a transition in the upward direction.
അത്രേ ഉള്ളൂ ഈ കേസിൽ. ഇനിയും നമ്മൾ ഇപ്പോഴത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ്, എന്താ സംഭവിക്കുക ഇപ്പോഴത്തെ കേസിൽ, സെക്കൻഡ് കേസിൽ എനിവൺ വാട്ട് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് കേസ്? Here the electron actually makes a transition to the trap level in the band gap. Trap ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുന്നുണ്ട്. കാണുന്നുണ്ടോ? Electron makes a transition to the trap level in the band gap and gives its energy to a hole in the valence band. Initially യിലുള്ള ഇലക്ട്രോൺ ട്രാപ്പ് ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്തും. As a result of that, or that particular transition will release energy which will be utilized by the hole in EV. EV യിലുള്ള ഹോൾ ആ എനർജി യൂട്ടിലൈസ് ചെയ്യും. ഹോൾ എനർജി കിട്ടുക വെച്ചാൽ ദാറ്റ് വിൽ മൂവ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഹോളിനെ നമ്മൾ ആരോ മാർക്ക് ചെയ്തത് എപ്പോഴും ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് ഹോളിന്റെ റിലേറ്റീവ് മൂവ്മെന്റിന്റെ റീസൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഹോൾ താഴോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് എനർജി. സോ വി ഹാവ് മാർക്ഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ മൂവ്മെന്റ് ഫ്രം ഡൗൺവേർഡ് ടു അപ്വേർഡ് വാലൻസ് ബാൻഡിൽ. ക്ലിയർ ആണോ? സെക്കൻഡ് കേസിൽ ഇസിയിലെ ഇലക്ട്രോൺ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ഇസി can see the electron there. That electron will move towards the trap level. As a result of that, energy is released. That energy is utilized by the hole in the EV. ആ എനർജി ഹോൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഹോൾ ഷുഡ് മൂവ് ഡൗൺവേർഡ്സ്. ആ ഹോളിന്റെ മൂവ്മെന്റ് ഡൗൺവേർഡ്സിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് അപ്വേർഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് താഴെ. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ 4 റീകമ്പിനേഷൻ മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഒരു പ്രോബ്ലം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേജ് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ പ്രോബ്ലം ഒന്ന് എടുത്തേ. എടുത്തോ എല്ലാവരും? എല്ലാവരും മൈക്ക് ഓൺ ചെയ്തേ, എന്നിട്ട് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ എന്തായാലും ചെയ്യേണ്ടത്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ആ പ്രോബ്ലം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. എഫ് ഓഫ് ഇ എഫ് പ്ലസ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു എന്തെന്നാ പ്രൂവ് ചെയ്യേണ്ടത്? 1 minus f of delta e minus f of EF plus delta E is equal to 1 minus f of delta e EF minus delta E. Delta E minus EF അല്ല, EF minus delta E. ഓക്കെ, അതൊന്ന് പ്രൂവ് ചെയ്ത് എല്ലാവരും ചെയ്യാൻ നോക്കി. ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് f of EF plus delta E. f of EF plus delta E എന്താണെന്ന് ഫൈൻഡ് ചെയ്തേ. Please find the value of f of EF plus delta E. f of EF plus delta E എത്ര വരുന്നെന്ന് പറഞ്ഞ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻ അവർ ബേസിക് ഇക്വേഷൻ ഓഫ് ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ. എത്ര വരുന്നത്? എത്ര വന്ന എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? എഫ് ഓഫ് ഇ എഫ് പ്ലസ് ഡെൽറ്റ ഇ.
എത്രയാ വന്ന് എഫ് ഓഫ് ഇ എഫ് പ്ലസ് ഡെൽറ്റ ഇ? അശ്വിൻ, റോഷ്നി ചെയ്തോ? Sir, 1 by 1 plus e raised to delta e by kt. 1 by 1 plus e raised to delta e by kt. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി 1 മൈനസ് എഫ് ഓഫ് ഇ എഫ് മൈനസ് ഡെൽറ്റ ഇ, അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേ. അത് രണ്ട് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് രണ്ട് സെയിം ആണോ വരുന്നതെന്ന് ജസ്റ്റ് നോക്കി. 1 മൈനസ് എഫ് ഓഫ് ഇ എഫ് മൈനസ് ഡെൽറ്റ ഇ. പ്ലീസ് ചെക്ക് ദാറ്റ് ഓൾസോ. കിട്ടുന്നുണ്ടോ അത് കറക്റ്റ് ആയിട്ട്? ഓക്കെ, അതിൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സാർ ചെയ്തോണ്ടിരിക്കും. ഓക്കെ ഓക്കെ. കിട്ടിയോ? അത് നിങ്ങൾ എഫ് ഓഫ് ഇ എഫ് മൈനസ് ഡെൽറ്റ ഇ കണ്ടുപിടിച്ചിട്ട് 1 മൈനസ് ഇത് ചെയ്താൽ മതി. എന്താ കിട്ടും നോക്കാം. കിട്ടിയോ? എത്ര വന്ന ആൻസർ? ഹലോ, എത്രയാ വന്നിരിക്കുന്നത് ഇപ്പം? അനുശ്രീ, ഇപ്പൊ എത്ര കിട്ടിയിരിക്കുന്ന ആൻസർ? 1 by 1 plus e raised to minus delta e by kt. 1 by 1 plus e raised to minus delta e by kt. ഏതിന്റെ ആൻസർ ഇത്? The f of ef minus delta e. ഓക്കെ ഓക്കെ, എഫ് ഓഫ് ഇ എഫ് മൈനസ് ഡെൽറ്റ ഇ, അത് കറക്റ്റ് ആണ്. നമുക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? 1 minus f of e. ഓക്കെ, അതും കൂടെ ചെയ്ത്, അതും കൂടെ ചെയ്തിട്ട് പറഞ്ഞേ. എല്ലാരും കൂട്ടത്തിൽ തന്നെ ചെയ്യണേ. ഓക്കെ, എനിവേസ് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അത് ഈക്വൽ ആയിട്ട് വരും. നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ് ഇത്രേ ഉള്ളൂ. 1 മൈനസ് എഫ് ഓഫ് ഇ എഫ് മൈനസ് ഡെൽറ്റ ഇ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ഇ ബൈ കെ ടി ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ഇ ബൈ കെ ടി. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ഡിനോമിനേറ്ററും ന്യൂമിനേറ്ററും നിങ്ങൾ ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ഇ ബൈ കെ ടി വെച്ച് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം 1 മൈനസ് എഫ് ഓഫ് ഇ എഫ് മൈനസ് ഡെൽറ്റ ഇ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെ you divide the numerator and denominator by e raised to minus delta e by kt. Then you will get the exact answer. Okay. Anyways, thank you for that.